ഞായറാഴ്ച രാവിലെ ഞങ്ങളെല്ലാവരും കൂടി കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട് വെളുപ്പിന് 5 മണിക്കാണ് കൂട് തുറക്കൽ. മാതാവിൻ്റെ രൂപം എഴുന്നള്ളിക്കലൊക്കെ അപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടി വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പണികളൊക്കെ ചെറുതാക്കി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ 4:45 ഇവിടുന്ന് പോയിട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും കുർബാനയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതേ കൊട്ടിപ്പള്ളിയിൽ ചെന്ന് അവിടെ കുർബാനയൊക്കെ കണ്ട് അവിടുത്തെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചിട്ടോ മാതാവിൻ്റെ കൂട് തുറന്ന് സക്രാരിയിൽ നിന്ന് ഇറക്കി. അങ്ങനെ ഒത്തിരി ജനങ്ങളായിരുന്നു, അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് ആൾക്കാരായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളിതേ മാതാവിനെയൊക്കെ തൊട്ട് മുത്തി വന്നു. അതിനുശേഷം ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ചിക്കൻ മേടിച്ചുകൊണ്ടുവന്നായിരുന്നുണ്ടായിരുന്നു കേട്ടോ ബൈചേട്ടൻ. അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ച് നന്നാക്കിയാണ് കേട്ടോ കൊണ്ടുവന്നിരുന്നത്. അത് കഴിഞ്ഞ് അതൊക്കെ കഴുകി വാരി നന്നായിട്ട് ഉപ്പും മുളകും മസാലാസൊക്കെ പുരട്ടി വെച്ച് ബൈചേട്ടൻ അത് വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ബൈചേട്ടൻ ആദ്യം കുറച്ചെടുത്ത് വറുത്ത് മാറ്റി വെച്ചു കേട്ടോ. ആ എണ്ണയിൽ തന്നെ ബൈചേട്ടൻ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് മസാലകളൊക്കെ ചേർത്ത് വഴറ്റി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ മക്കളാണെങ്കിൽ കാറ്റിസിന് പോയിട്ട് വന്നിട്ടില്ല കേട്ടോ. അവർ വരുമ്പോൾ 11:30-12 മണിയാവും ചില സമയത്തൊക്കെ വരുമ്പോൾ. ചിലപ്പോൾ 11:30 ആകുമ്പോഴത്തേനും വരാറുണ്ട്. ഇതിൻ്റെ മണം പിടിച്ചായിരിക്കും കേട്ടോ അവർ ഓടി വരുന്നത്. കാരണം അവർക്ക് ചിക്കൻ പൊരിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പോയിക്കണത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ അവർ രണ്ടാൾ സൈക്കിളിനാട്ടോ പോയിക്കണേ. രാവിലെ ഞാനും ബൈചേട്ടനും പള്ളിയിൽ പോയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയില്ല. കാരണം കുർബാന കണ്ടിട്ടാണല്ലോ വന്നിരുന്നത്. അപ്പോൾ അതന്നെ കുർബാനയ്ക്ക് പോയില്ല. അപ്പോൾ അവർ രണ്ടാളും പള്ളിയിൽ പോയിട്ട് അവർ രണ്ടാമത്തെ കുർബാനയാണ്. കാലത്തൊരു കുർബാന കണ്ടു. കുട്ടൂസിനാണെങ്കിൽ രാവിലെ തന്നെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ആൾ ഉറക്കക്ഷീണത്തോടെയൊക്കെയാണ് കാറ്റിസത്തിന് പോയത് തന്നെ. അങ്ങനത്തെ ചിക്കനൊക്കെ കറി വെച്ച് കഴിഞ്ഞ് ഞാൻ ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി വെള്ളമൊക്കെ തിളച്ച് ബിരിയാണിയുടെ അരിയൊക്കെ ഇട്ട് ബിരിയാണി നല്ല സെറ്റായി വന്നു കേട്ടോ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് സവോളയും പിന്നെ അതിനകത്തേക്ക് കശുവണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി അടച്ച് വെക്കാൻ പോകാൻ കേട്ടോ. അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇരുന്ന് നല്ല സെറ്റായി കഴിയുമ്പോൾ ആ നെയ്യുടെ മണവും എല്ലാം കൂടി ആ രുചിയും ഒക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അങ്ങനെ ബിരിയാണി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് സർലാസ് വേണമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ സർലാസും ഉണ്ടാക്കി. ബൈചേട്ടൻ നല്ല പൊരിച്ച ചിക്കൻ നല്ല സൂപ്പറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബൈചേട്ടൻ ഉണ്ടാക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്ക്. അങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ സലാഡ് മക്കളാണ് കേട്ടോ ഉണ്ടാക്കിയത്. അവർക്ക് സലാഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ അലങ്കരിച്ച് വെക്കാനൊക്കെ. അപ്പോൾ ഒരു സലാഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഞാനാണ് കേട്ടോ അവിടെ വീഡിയോ പിടിക്കുന്നത്, അതാണ് കൊണ്ടാണ് എന്നെ കാണാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ ചോറൊക്കെ അവിടെ വിളങ്ങി ഇരിപ്പുണ്ട് ബിരിയാണി. അത് കഴിഞ്ഞപ്പോൾ അവരെന്നെ ക്യാമറയിൽ പിടിച്ചു. അപ്പോൾ ഞാൻ അവരോട് പിന്നെ തിന്നു കേട്ടോ. അങ്ങനെ ഉച്ചത്തെ പരിപാടി കഴിഞ്ഞ് ക്ഷീണമുള്ളതാണ് ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഇത്തിരി നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ വഴുതനങ്ങയൊക്കെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന് അത് തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വഴുതനങ്ങയൊക്കെ ഉള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. നല്ല സവാളയൊക്കെ ഇട്ട് വഴറ്റി അതിനകത്തേക്ക് തേങ്ങയും മുളക് പൊടിയും ഉപ്പും ഇതൊക്കെ ചേർത്ത് അതും കൂടി ഇട്ട് വഴുതനങ്ങയും കൂടി ചേർത്ത് ഞാൻ മൂടി വെച്ച് ആവിയിലാണ് കേട്ടോ വേവിക്കണേ. അപ്പോൾ കഞ്ഞിക്കും വൈകുന്നേരം കഞ്ഞിയാണെങ്കിൽ കഞ്ഞി